ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീടുകളിൽ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ജീവിക്കുകയാണ്. രണ്ടാം ഘട്ട പദ്ധതിയിലേക്ക് എത്തുമ്പോൾ മുൻപ് ലഭിച്ച ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് അവരുടെ അഭിമാനത്തിന് മുകളിൽ എംബ്ലം വയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകാൻ തീരുമാനിച്ചതോടെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. ലൈഫിലെ കടുംവെട്ട്. കേന്ദ്രം നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയും സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ലൈഫ് ഭവന പദ്ധതിയും തമ്മിൽ തുടക്കം മുതലേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ വടംവലിയുണ്ട്. ഭൂരിപക്ഷം തുകയും ചെലവഴിക്കുന്ന സംസ്ഥാനം വീടുകളിൽ യാതൊരു മുദ്രയും നൽകാതെ ജനങ്ങളുടെ അവകാശമായി അത് കാണുമ്പോൾ കേന്ദ്രം പണം നൽകുമ്പോൾ മുദ്ര വയ്ക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നതായിരുന്നു ഇതുവരെ സർക്കാർ നിലപാട്. ഇനി അത് മാറുകയാണ്. അതാണ് പ്രതിഷേധം ഉയരാനുള്ള കാരണവും. നമുക്ക് ചില കണക്കുകളിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലൈഫ് ഭവന പദ്ധതി പ്രകാരം 1ഉം 2ഉം പിണറായി സർക്കാർ വിഭാവനം ചെയ്തത് 6,04,046 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതിയാണ്. നമുക്ക് ആ കണക്കുകൾ പരിശോധിക്കാൻ കാണുന്നുണ്ട്. 2001 മുതൽ 2016 വരെ പല പദ്ധതികളിൽ വീട് നിർമ്മാണം മുടങ്ങിയവർക്ക് ആദ്യഘട്ടത്തിൽ വീട് നൽകി. സ്ഥലമുള്ള ഭവനരഹിതർക്ക് അടുത്ത ഘട്ടത്തിൽ വീടുകൾ നൽകാൻ തുടങ്ങി. സ്ഥലവും വീടുമില്ലാത്തവർക്ക് അടുത്ത ഘട്ടം. അങ്ങനെ കണ്ടെത്തിയ 6 ലക്ഷത്തിലധികം വരുന്നവരിൽ 5,364 ആളുകൾക്കും ഫെബ്രുവരിയിൽ തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കി. ബാക്കിയുള്ള 1,3682 കുടുംബങ്ങളുടെ വീട് നിർമ്മാണം തുടരുകയുമാണ്. ഇനി കേന്ദ്രത്തിലും പദ്ധതിയുണ്ട്. സമാനമായി തന്നെ ഇതേസമയം കേന്ദ്രത്തിൽ മുൻ ഭവന പദ്ധതിയുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നഗരത്തിൽ ലൈഫ് പദ്ധതിയുമായി ചേർന്ന് തന്നെ നടപ്പാക്കിയ പദ്ധതിയിൽ 2 ലക്ഷം രൂപ നഗരസഭയും 50,000 രൂപ സംസ്ഥാന സർക്കാരും 1.5 ലക്ഷം രൂപ കേന്ദ്രവും നൽകിക്കൊണ്ടാണ് ഒന്നാം ഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പാക്കിയത്. അന്ന് തന്നെ എംബ്ലം സംബന്ധിച്ച് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. എംബ്ലം വയ്ക്കില്ല എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ മാറി വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ എത്തുന്നതും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ സംസ്ഥാനം ഒപ്പിടും എന്നാണ് വി.ഡി. സതീശൻ സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ 2ാം ഘട്ട പദ്ധതിയിലേക്ക് വരുമ്പോൾ 2ാം ഘട്ടത്തിൽ നഗരങ്ങളിൽ വീട് വയ്ക്കാൻ നൽകുന്ന 4 ലക്ഷം രൂപയിൽ 25%, അതായത് 1 ലക്ഷം രൂപ ഉപഭോക്താവ് നൽകണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ വരുന്നത്. മുൻപ് ഉപഭോക്താവ് പണം നൽകേണ്ടിയിരുന്നില്ല. അതോടൊപ്പം സംസ്ഥാന സർക്കാർ 1 ലക്ഷം രൂപയും നഗരസഭ 50,000 രൂപയും കേന്ദ്ര സർക്കാർ പതിവ് പോലെ 1.5 ലക്ഷം രൂപയും നൽകും. ഇതോടൊപ്പം കേന്ദ്ര സർക്കാർ പണം നൽകുന്നതിനാൽ എംബ്ലം വയ്ക്കുമെന്ന വ്യവസ്ഥയും കൂടി വരികയാണ്. ഇതാണ് ഇപ്പോൾ വലിയ വിമർശനമായി ഉയരുന്നത്. കാരണം മുൻപ് ഇത്തരത്തിൽ എംബ്ലം വയ്ക്കുന്ന ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നില്ല. ഈ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് 450 കോടി രൂപ കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി ചെലവഴിക്കും. 30,000 പേർക്ക് വീട് വയ്ക്കാൻ സാധിക്കും എന്നതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. നിബന്ധനകളിൽ കടുംപിടുത്തം തുടർന്നാൽ പണം നഷ്ടമാകും എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. 2 സർക്കാരിന്റെ കാലത്തും സംസ്ഥാനത്തെ വീടുകളിൽ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന പദ്ധതിക്ക് മേൽ കേന്ദ്ര സർക്കാരിന്റെ എംബ്ലം വയ്ക്കുന്നതിനെ ചൊല്ലി വിവാദം ഉണ്ടായിരുന്നു. വിഷയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെയും മുൻ മുഖ്യമന്ത്രിയുടെയും പ്രതികരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയും തുടരുകയാണ്. പിണറായി വിജയന്റെയും വി.ഡി. സതീശന്റെയും പ്രതികരണങ്ങളിലേക്ക് ആദ്യം. അല്ല, അത് അവരുടെ ഒരു കണ്ടീഷനാണ്, അവർ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ അത് ഉണ്ട് അവർക്ക്. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒന്നും വയ്ക്കാനില്ല, ഒരു എംബ്ലം, ഒരു ലോഗോ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോഗോ അതിൻ്റെ അകത്ത് അവർ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അല്ല, അത് MOU വയ്ക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അവർ നിർബന്ധിച്ചു നിന്നു. അവസാന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ തീർത്ത് പറഞ്ഞു, അത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു സഹായം തന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയർത്താനാണ് CPIM തീരുമാനം. കഴിഞ്ഞ സർക്കാർ കേരള ജനതയ്ക്ക് നൽകിയ 5,000 കോടി രൂപ റദ്ദാക്കാനാണ് തീരുമാനമെന്നും ഇത് ഞെട്ടിക്കുന്നതെന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം അവിടെ താമസിക്കുന്നവർക്ക് ഇത് നമ്മുടെ ലൈഫും നമ്മളും എഴുതാറില്ല ഈ ലൈഫിൻ്റെയാണ് എന്ന് ഒരു പ്രൊജക്റ്റൊക്കെ പൊതുവെ ഉദ്ഘാടനം ചെയ്ത് വീട് താക്കോലൊക്കെ കൊടുക്കുന്നതല്ലാതെ ഇത് ലൈഫിൽ കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാറില്ല. നമ്മുടെ നിശ്ചിത വരുമാനത്തിൻ്റെ ഭാഗം നമുക്ക് കിട്ടേണ്ടത് തരണം. അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒത്തുതീർപ്പാക്കി അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പണം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ഇവർ പറയുന്ന തരത്തിലേക്ക് നേരത്തെ ഇവർ PMC അടക്കമുള്ള കാര്യങ്ങളിൽ പറഞ്ഞ തത്വമുണ്ടല്ലോ, അതൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് ഇപ്പോൾ അവർ ഒപ്പിട്ടേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന 1 ലക്ഷം രൂപയ്ക്കടുത്ത് കിട്ടും.
സെൻട്രിൽ നിന്ന്. അതുകൂടി അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുമല്ലോ. ഒരു 3000 കോടി രൂപ അഡീഷണൽ ബെനിഫിറ്റ് കൂടെ കിട്ടും അതിൻ്റെ. VS ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. VS എന്തായാലും മുൻപ് PMC ഉയർത്തിയുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതും ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. ഇപ്പോൾ ലൈഫിലേക്ക് അത് കൂടുതൽ കടന്നു വരികയാണ്. രണ്ടാം ഘട്ടത്തിൽ എന്തായാലും ഒപ്പുവയ്ക്കാൻ സംസ്ഥാന സർക്കാർ ഈ PMAY പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഈ എംബ്ലം അതൊരു പ്രശ്നമായി തന്നെ നിൽക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 6 ലക്ഷത്തിലധികം വീടുകളുടെ പദ്ധതിയിൽ 5 ലക്ഷത്തിലധികം ആളുകൾക്ക് അത് പൂർത്തിയാക്കിയ പദ്ധതിയാണ്. അവരൊക്കെ ഈ എംബ്ലം ഒന്നും ഇല്ലാതെ സ്വതന്ത്രമായി തന്നെ അവരുടെ സ്വന്തം വീടായി അവകാശമായി അത് കാണുമ്പോഴാണ് ഇനിയുള്ള പദ്ധതികളിലേക്ക് ഈ എംബ്ലം വീണ്ടും കടന്നു വരുന്നു. രുചീഷ്, ഇത് സാമ്പത്തികമായോ മറ്റോ കാണേണ്ട ഒരു വിഷയമല്ല. പകരം ഒരു രാജ്യത്തെ ഒരു സ്റ്റേറ്റിലെ സാധാരണക്കാരന് ഒരു കൈത്താങ്, അവനൊരു സഹായം നൽകുമ്പോൾ അത് സഹായമാണോ ഔദാര്യമാണോ എന്ന തരത്തിൽ രണ്ട് വിധത്തിൽ വേർതിരിവ് വരുന്ന ഒരു വലിയ ചാപ്പകുത്തലിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ ലൈഫ് മിഷൻ പ്രകാരം ഏകദേശം 6 ലക്ഷം വീടുകൾ, അതിൽ 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കുന്നു. അവിടെ ഒന്നും സംസ്ഥാന സർക്കാരിൻ്റെയോ മറ്റേതിൻ്റെയോ ഒരു ചാപ്പയും അവിടെ ഒന്നും വളരെ സ്വതന്ത്രരായി ആ വീടുകളിൽ ആ വീട് ലഭ്യമായ മനുഷ്യർ ജീവിക്കുമ്പോൾ മറ്റൊരു വശത്ത് കേവലം 1 ലക്ഷം രൂപ മാത്രം കേന്ദ്ര സഹായം നൽകുന്ന ഒരിടത്ത് അത് ഞങ്ങൾ തന്നതാണ് എന്ന് പറയുന്ന ഒരു എംബ്ലം അവിടെ വെക്കുകയാണ്. അതായത് നമ്മൾ ഒരു ജനവിഭാഗത്തെ, അടിസ്ഥാന വിഭാഗത്തെ മേൽത്തട്ടിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അത് ചെയ്തത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ പതിപ്പിക്കുന്ന രീതി അത് അങ്ങേയറ്റം തെറ്റാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വളരെ വ്യക്തമായി അക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു ചാപ്പകുത്തൽ അനുവദിക്കില്ല, മാത്രമല്ല അങ്ങനെയല്ല എങ്കിൽ അവർ ധനസഹായം കട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ തരണ്ട, അത് സംസ്ഥാനം കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ നിലപാടും ശക്തമായ നിലപാടാണ് അന്നത്തെ സർക്കാർ എടുത്തതെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ 2ാം ഘട്ടം ഒപ്പിടുന്ന കാര്യം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ അങ്ങനെയാണെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും ലോഗോയും ഉണ്ടാകുമോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു. ഫോട്ടോ ഉണ്ടാകില്ല, പക്ഷേ MOU പ്രകാരം ഒപ്പുവെക്കുമ്പോൾ അതിലെ ധാരണ പ്രകാരം എംബ്ലം വെക്കേണ്ടി വരും, അതതിൻ്റെ ഭാഗമാകും എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇവിടെ ഒരുപക്ഷെ കേന്ദ്രം അതിനുവേണ്ടി വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവർ ചെലുത്തിയേക്കാം. പക്ഷേ അത് പറ്റില്ല എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാനം പോയോ, അങ്ങനെ ഒരു നിലപാട് അവർ എടുത്തിരുന്നോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായിരുന്നാലും ഇനി ഉണ്ടാകാൻ പോകുന്ന വീടുകളിൽ ഈ തരത്തിൽ 1 ലക്ഷത്തോളം വീടുകളിൽ ഇങ്ങനെ കേന്ദ്രത്തിന് എംബ്ലം വരുന്ന ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിൽ ഒരു ചാപ്പ കുത്തുന്ന നിലപാട് ഉണ്ടാകുമെന്നുള്ളത് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നതാണ് എന്നുള്ള സംശയമില്ല. ഏതായിരുന്നാലും വലിയ വിവാദം അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പ്രതിപക്ഷം, പ്രത്യേകിച്ച് CPIM ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികൾ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം നടത്താനാണ് തീരുമാനവും. ശരി, VS എന്തായാലും ഇതുവരെയുള്ള വീടുകളിലൊന്നും ഈ ചാപ്പ ഉണ്ടായിരുന്നില്ല. ഇനിയുള്ള വീടുകളിൽ അത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ അത് ഏത് രീതിയിൽ ഇനി പ്രതിപക്ഷമൊക്കെ ഏത് രീതിയിലാണ് അതിനെ പ്രതികരിക്കുക എന്ന് കണ്ടറിയണം. എന്തായാലും CPM തുടക്കത്തിൽ തന്നെ ഇത് സംസ്ഥാനത്തെ ജനതയോട് കാണിക്കുന്ന ഒരു മോശമായ പ്രവൃത്തി എന്ന തരത്തിൽ തന്നെയാണ് പ്രതികരണവുമായി